കഴിഞ്ഞ ക്ലാസ്സിൽ 164 വാക്യമാണ് അവസാനം വായിച്ചത്. 165 വാക്യം. നിങ്ങൾക്ക് ഒരാപത്ത് സംഭവിച്ചപ്പോൾ അതിൻ്റെ ഇരട്ടി ആപത്ത് നിങ്ങൾ അവർക്ക് വരുത്തി വച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? പറയുക, അത് നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെയാണുണ്ടായത്. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും തികച്ചും കഴിവുള്ളവനാകുന്നു. അപ്പോൾ എന്താണ് സാഹചര്യം? ഉഹുദ് യുദ്ധത്തിൽ തോറ്റപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ആപത്ത് സംഭവിച്ചു, എന്തുകൊണ്ട് അള്ളാഹുവും മലക്കുകളുമുണ്ട് നമ്മളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പരാജയം സംഭവിച്ചു എന്ന ചോദ്യം നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ അനുയായികളും കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ സ്ത്രീകളുമൊക്കെ അലമുറയിട്ടുകൊണ്ട് മുഹമ്മദിൻ്റെ ചുറ്റും കൂടിയപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ഉത്തരം മുട്ടിയ മുഹമ്മദ് അവസാനം കണ്ടെത്തിയ ഒരു ഞൊണ്ടി ന്യായമാണിത്. നിങ്ങൾ തന്നെയാണ് യുദ്ധം തോൽക്കാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അവരുടെ തലയിൽ വെച്ച് കെട്ടുന്നതാണ് രംഗം. ഈ ആയത്തിൻ്റെ സന്ദർഭമായിട്ട് വാഹിദിയുടെ തഫ്സീറിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്. ഇബ്നു അബ്ബാസ് സെഡ്, ഉമർ ബിൻ ഖത്താബ് related to me saying, the following year at the battle of Uhud they were punished for taking ransom in exchange of releasing the prisoners of the disbelievers. 70 among them were killed. The companion of the messenger of Allah fled from fighting, and his molar was broken and his skull smashed to the extent that blood flowed over his face. Allah then revealed. അപ്പോൾ മുഹമ്മദിൻ്റെ പല്ല് പൊട്ടുകയും തല പൊട്ടുകയും മുഖത്തു കൂടെ ചോരയൊലിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു ദുരന്ത സമയത്ത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അള്ളാൻ്റെ റസൂലിന് തന്നെ ഈ കോലത്തിൽ പരുക്ക് പറ്റുകയും നമ്മൾ യുദ്ധത്തിൽ ദയനീയമായി ഇങ്ങനെ തോൽക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന സംശയം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായി. അതിന് അള്ളാഹു കണ്ടെത്തിയ ഒരു ന്യായമാണ് നിങ്ങൾ തന്നെയാണ് ഇതിന് കാരണക്കാർ എന്ന്. അതിന് മറ്റൊരു വ്യാഖ്യാനമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് തടവുകാരായി പിടിച്ച 70 പേരെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മുഹമ്മദ് ഉമറിനോടും അബൂബക്കറിനോടും അഭിപ്രായം ചോദിച്ചപ്പോൾ ഉമർ അവരെയെല്ലാം കൊന്നുകളയാൻ പറഞ്ഞു, അബൂബക്കർ അവരെയെല്ലാം വിറ്റ് കാശാക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമർ പറഞ്ഞത് ചെയ്യണം എന്നായിരുന്നു മുഹമ്മദിൻ്റെ ആഗ്രഹം. പക്ഷേ അബൂബക്കർ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ മുഴുവൻ പിണങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗനീമത്തിന് വേണ്ടിയിട്ടാണല്ലോ അനുയായികളെ യുദ്ധത്തിന് ഇറക്കിയത്. പിടിച്ചെടുക്കുന്ന ആളുകളെ അടിമകളാക്കി വിറ്റ് കിട്ടുന്ന കാശ് ആ പിടിച്ചെടുത്തവർക്കാണ് എന്ന് മുഹമ്മദ് കിട്ടിയവർക്ക് എന്ന സിദ്ധാന്തത്തിലൂടെ അവരോട് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ അടിമകളായി പിടിച്ച അല്ലെങ്കിൽ തടവുകാരായി പിടിച്ച ആളുകളെ ഉമർ പറഞ്ഞ പ്രകാരം കൊല്ലുകയാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന യോദ്ധാക്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവും. മാത്രമല്ല മുഹമ്മദ് വാക്കുപാലിച്ചില്ല എന്ന പരാതിയും അവർക്കുണ്ടാവും. അത് അനുയായികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് അബൂബക്കർ പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ച് അവരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചു. അപ്പോൾ 70 തടവുകാരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുകയും കൊല്ലാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ആ സമയത്ത് തന്നെ മുഹമ്മദ് ഒരു കളി കളിച്ചത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഒരായത്തിറക്കിയിട്ട് ഈ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയും അതേ സമയത്ത് ഉമറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില ഞൊണ്ടി ന്യായങ്ങൾ പറയുകയും ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഉമറിനെയും യുദ്ധത്തിൽ പങ്കെടുത്ത അനുയായികളെയും സന്തോഷിപ്പിക്കണം. അത് രണ്ടും കൂടെ ഒരുപോലെ നടക്കില്ല എന്നതുകൊണ്ട് രണ്ടിൻ്റെയും കൂടെ ഇടയിൽ കിടന്നിട്ട് ഒരു കളി കളിച്ചിട്ട് ഒരു ആയത്തിറക്കി കബളിപ്പിച്ചതിൻ്റെ ചിത്രം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു. അതേ സംഭവമാണ് ഇവിടെ വാഹിദി എടുത്ത് ഉദ്ധരിക്കുന്നത്. 70 പേരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചത് നിങ്ങൾ ചെയ്ത തെറ്റായിരുന്നു ബദർ യുദ്ധത്തിൽ. ആ തെറ്റു കാരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് 70 പേർ കൊല്ലപ്പെട്ടത് എന്നാണ് ന്യായമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വന്തം അനുയായികൾ മുഹമ്മദിന് പരുക്ക് പറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയും
എന്തുകൊണ്ട് അള്ളാഹു മലക്കുകളും നമ്മളെ സഹായിച്ചില്ല എന്ന് ചോദിച്ച് മുഹമ്മദിനെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അതിനുള്ള ഉത്തരമായി മുഹമ്മദ് കണ്ടെത്തിയ മാർഗമാണ് നിങ്ങൾ തന്നെയാണ് അതിന് കാരണക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആയത്തിറക്കൽ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിന് കാരണക്കാരാകുന്നത് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ബദർ യുദ്ധത്തിൽ അവിടെ മുഹമ്മദിന് പരിക്ക് പറ്റിയതിന് മുഹമ്മദ് കൂടി കുറ്റക്കാരനാവണം, അതിനു വേണ്ടിയിട്ട് മുഹമ്മദിനെ കൂടി കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാഖ്യാനം കൊണ്ടുവരുന്നത്, ഈ വിശദീകരണം കൊണ്ടുവരുന്നത്. നിങ്ങൾ ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച 70 പേരെ കൊല്ലാതിരുന്നതിനും അവരെ വിറ്റ് കാശാക്കിയതിനുമുള്ള പ്രതികാരമാണ് അള്ളാഹു ഉഹുദ് യുദ്ധത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ കാരണമായത് എന്നാണ് വിശദീകരണം. ഇങ്ങനെയാണ് അനുയായികളെ മുഹമ്മദ് ഈ തോൽപ്പാവ ഉപയോഗിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യുദ്ധത്തിൽ തോൽക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ അള്ളാഹു ഇതേ അധ്യായത്തിൽ കഴിഞ്ഞ വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞത്? അള്ളാഹു ആണ് തോൽപ്പിച്ചത്. കാരണം അള്ളാഹുവിന് നിങ്ങളിൽ നിന്ന് കുറച്ച് രക്തസാക്ഷികളെ ഉണ്ടാക്കി ആദരിക്കണം. പിന്നെ നിങ്ങൾ ആരാണ് കപടവിശ്വാസികൾ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒറിജിനൽ വിശ്വാസികളെയും കപടവിശ്വാസികളെയും വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഈ യുദ്ധത്തിൽ നിങ്ങളെ തോൽപ്പിച്ചത് എന്ന് അള്ളാഹു പറയുന്നത് ഈ അധ്യായത്തിൽ കഴിഞ്ഞ വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പിശാചിനെ കുറ്റം പറയുന്നതും നമ്മൾ കണ്ടു. പിശാചാണ് പിന്തിരിപ്പിച്ചത് എന്ന് പറയുന്നത്. പിന്നെ ഗനീമത്തിന് ആക്രാന്തം കാണിച്ച നബിയുടെ അനുയായികളാണ് തോൽക്കാൻ കാരണം എന്ന് പറയുന്നതും നമ്മൾ കണ്ടു. ഇവിടെ നബി തന്നെയാണ് തോൽക്കാൻ കാരണം. കാരണം നബി ബദർ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി അനുയായികളെ സാമ്പത്തികമായി സഹായിക്കാനും അബൂബക്കറിനെ സന്തോഷിപ്പിക്കാനും വേണ്ടി ഉമർ പറഞ്ഞത് കേൾക്കാതെ കൊല്ലാതിരിക്കുകയും അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുകയും ചെയ്തു. അത് അള്ളാഹ്ക്ക് പിടിച്ചിട്ടില്ല. ആ തെറ്റ് ചെയ്തത് കാരണമാണ് ഉഹുദ് യുദ്ധത്തിൽ തോൽപ്പിച്ചത്. അപ്പോൾ ഉഹുദ് യുദ്ധം തോൽക്കാൻ എത്ര കാരണമായി? 4ാമത്തെ കാരണമാണ് ഇപ്പോൾ ഈ പറയുന്നത്. എല്ലാം പരസ്പര വിരുദ്ധമാണ്. അള്ളാഹ് തോൽപ്പിച്ച്, പിശാചി തോൽപ്പിച്ച്, നാട്ടുകാർ തോൽപ്പിച്ച്, നബി എന്നെ തോൽപ്പിച്ച്. ഇനി 166 ഇരുകക്ഷികളും മുസ്ലിങ്ങളും എതിരാളികളും ഉഹുദിൽ വെച്ച് ഏറ്റുമുട്ടിയ ദിവസം നിങ്ങൾക്കേറ്റ വിപത്ത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചും അവൻ സത്യവിശ്വാസികളെ വേർതിരിച്ചറിയേണ്ടതിനുമായി സംഭവിച്ചതാകുന്നു. ഈ വാചകത്തിൽ തന്നെയുള്ള വൈരുദ്ധ്യം നോക്കുക നിങ്ങൾ. അള്ളാഹിൻ്റെ വിധി അനുസരിച്ചാണ് സംഭവിച്ചതെങ്കിൽ പിന്നെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തി എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അള്ളാഹു വിധിച്ചത് അള്ളാഹുവിന് അറിയില്ലേ? അള്ളാഹുവിന് കാര്യങ്ങൾ മുൻകൂട്ടി അറിയില്ലേ? അള്ളാഹു കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി വെച്ചതല്ലേ? അതല്ലേ വിധി എന്ന് പറയുന്നത്. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി വെച്ചയാൾ പിന്നെ അറിയാൻ വേണ്ടി പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം വൈരുദ്ധ്യം വേറെന്താ വേണ്ടത്? അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് പോലും അവിടെ 70 ആൾ കൊല്ലപ്പെട്ടതും മുഹമ്മദിൻ്റെ മൂക്ക് പൊട്ടിയതും ചങ്ക് പൊട്ടിയതും ഒക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞതിനും വിരുദ്ധമായി. ഇപ്പോൾ യുദ്ധത്തിൽ തോറ്റതിൻ്റെ കാരണം മറ്റു പലരെയും കുറ്റം പറഞ്ഞ് നബിയെ അടക്കം കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ അള്ളാഹിൻ്റെ വിധി അനുസരിച്ചാണ് നടന്നത്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ മാനസിക നിലവാരമാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ ബേജാറായി എന്ത് പറയണമെന്നറിയാതെ പരസ്പര വിരുദ്ധമായ ഭ്രാന്ത് പറയുകയാണ്. യാതൊരു യുക്തിയുമില്ലാതെ പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ പുലമ്പുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ അള്ളാഹിൻ്റെ വിധിയാണ് പോലും എല്ലാം. അള്ളാഹിൻ്റെ വിധിയാണെങ്കിൽ പിന്നെ ബാക്കി ഈ വർത്തമാനത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? ഇതിന് കാരണം തേടി ഗവേഷണം നടത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരു പ്രവാചകനെ അയച്ചിട്ട് ഈ കോലത്തിലൊക്കെ കാട്ടിക്കൂട്ടേണ്ട ആവശ്യം എന്താണ്? മനുഷ്യരെ തമ്മിൽ യുദ്ധം ചെയ്യിച്ചിട്ട് കുറേ ആൾക്കാരെ കൊല്ലുന്നതൊക്കെ വിധിയാണെങ്കിൽ പിന്നെ ആരാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാർ? ആരെയാണ് ഇതിനൊക്കെ പിടിച്ച് നരകത്തിലിടേണ്ടത്? എന്തൊരു അസംബന്ധമായിട്ടുള്ള വിശ്വാസമാണ് ഈ വിധി വിശ്വാസം എന്ന് പറയുന്നത്. സത്യവിശ്വാസികളെ തിരിച്ചറിയാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരീക്ഷണമാണെന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ എത്ര സത്യവിശ്വാസികളാണ് ഉണ്ടായിരുന്നത്? അതിൻ്റെ കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 14 ആൾ. 1000-ൽ 14. ഇതാണ് റിസൾട്ട്. 1000 പേര് വന്നതിൽ 14 പേര് മാത്രം യുദ്ധത്തിൽ ഉറച്ചു നിന്നു. അവരാണ് സത്യവിശ്വാസികൾ. അവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക. ബാക്കി മരിച്ച 70 പേര് കഴിച്ച് 916 പേരും നബിയും നരകത്തിലാണ്. ഇവിടെ നബി തെറ്റ് ചെയ്തു എന്ന് ഇവിടെ തന്നെ പറഞ്ഞു. കഴിഞ്ഞ യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ നബി തെറ്റ് ചെയ്തതിനാണ് ഉഹുദ് യുദ്ധത്തിൽ തോൽപ്പിച്ചതെന്ന്. അപ്പോൾ നബിയും തെറ്റുകാരനാണ്. ഈ യുദ്ധത്തിലും നബി തെറ്റ് ചെയ്തു.
യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് 7 വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന മതത്തിൽ ആ മതത്തിൻ്റെ പ്രവാചകൻ തന്നെ ഉഹുദ് മലയുടെ മുകളിലേക്ക് പിന്തിരിഞ്ഞോടി എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ നബി അടക്കം 14 പേരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മുഹമ്മദ് അടക്കം നരകത്തിൽ പോകേണ്ട മുനാഫിക്കുകളാണ് എന്ന് അള്ളാഹ്ക്ക് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് ഉഹുദ് യുദ്ധത്തിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത്. 167 കപടവിശ്വാസികളെ അവൻ തിരിച്ചറിയേണ്ടതിന് കൂടിയായിരുന്നു. നേരത്തെ സത്യവിശ്വാസികളെ തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അടുത്ത വാക്യത്തിൽ കപടവിശ്വാസികളെ അവൻ തിരിച്ചറിയേണ്ടതിന് കൂടിയായിരുന്നു അങ്ങനെ ഉഹുദിൽ വിപത്ത് സംഭവിച്ചത്. നിങ്ങൾ വന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്ന് അവരോട് പറയപ്പെട്ടു. ആ സന്ദർഭത്തിൽ യുദ്ധമുണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ വരുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അന്ന് സത്യവിശ്വാസത്തോടെന്നതിനേക്കാൾ സത്യനിഷേധത്തോടാണ് അവർ കൂടുതൽ അടുത്തു നിന്നിരുന്നത്. തങ്ങളുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് വായ കൊണ്ടവർ പറയുന്നു. അവർ മറച്ചുവെച്ച കാര്യങ്ങൾ അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ഇതെന്താ സന്ദർഭം? 300 പേര് പിന്തിരിഞ്ഞു പോയ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഉഹുദ് യുദ്ധത്തിന് വേണ്ടി 1000 പേരുമായി മുഹമ്മദ് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അൻസാറുകളായ 300 പേര് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞുപോയി. അവരതിന് കാരണമായി പറഞ്ഞത് യുദ്ധമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ വരുമായിരുന്നു, യുദ്ധമുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് വലിയ ബോധ്യമൊന്നുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നാണ്. പക്ഷേ ഈ വാക്യത്തിൻ്റെ അർത്ഥം മറ്റു ചില തഫ്സീറുകളിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെയല്ല. യുദ്ധത്തിൽ ഞങ്ങൾക്ക് പരിചയമില്ല, പരിചയമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വരുമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നും ചില വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് പിന്നീട് വ്യാഖ്യാതാക്കളും പരിഭാഷകരും മാറ്റിമറിച്ചതാവാനാണ് സാധ്യത. എന്തായാലും യുദ്ധമുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്നവർ പുറമേക്ക് പറയുകയും യുദ്ധത്തിൽ വലിയ പരിചയമൊന്നുമില്ല ഞങ്ങൾക്ക്, അതുകൊണ്ട് പോകുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയതായിരിക്കാം അവർ തിരിച്ചു പോകാൻ കാരണം എന്നതും ഇത് രണ്ടും അവിടെ കിടപ്പുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല കാരണം നമ്മൾ നേരത്തെ ചരിത്രത്തിൽ തന്നെ വായിച്ചത് മുഹമ്മദ് അഭിപ്രായം ചോദിച്ചു അൻസാർ നേതാക്കളോടും കൂടെയുള്ള മുഹാജിറുകളോടും. അഭിപ്രായം ചോദിച്ചപ്പോൾ മുഹമ്മദിൻ്റെ കൂടെയുള്ള കുറച്ചാളുകൾ തെറ്റായ അഭിപ്രായം പറഞ്ഞു. നമുക്ക് മദീനയിൽ നിന്ന് വിട്ടുപോകാം, എന്നിട്ട് വഴിയിൽ വെച്ചിട്ട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. മദീനക്കാർ പറഞ്ഞു നമുക്ക് മദീനയിൽ തന്നെ നിന്നാൽ മതി, അവരിങ്ങോട്ട് വരുമ്പോൾ അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നതാണ് നമുക്ക് സേഫ്, അതാണ് നമ്മൾക്ക് വിജയിക്കാൻ നല്ലത് എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ മറ്റവരുടെ വാക്ക് കേട്ടിട്ട് മുഹമ്മദ് ഇറങ്ങിപ്പോവുകയും വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾക്കിതൊന്നും വലിയ പരിചയമല്ല എന്ന് പരിഹാസ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അവർ 300 പേര് തിരിച്ചു പോവുകയും ഞങ്ങളുടെ അഭിപ്രായം മാനിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളിതിലൊന്നും പരിചയമില്ലാത്തവരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞവരെ പരിഹസിച്ചുകൊണ്ട് ഈ 300 പേര് തിരിച്ചു പോയതായിരിക്കാനാണ് സാധ്യത. അവരെയാണ് ഇവിടെ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ആയത്ത് വരുന്നത്. അന്ന് സത്യവിശ്വാസത്തോട് എന്നതിനേക്കാൾ സത്യനിഷേധത്തോടായിരുന്നു അവർ കൂടുതൽ അടുത്തിരുന്നത്. അല്ല, അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവരുടെ യുദ്ധപരിചയം അനുസരിച്ച് അവരഭിപ്രായം പറഞ്ഞതാണ്. അവരുടെ അഭിപ്രായം ചോദിക്കാൻ പോയ ഈ അള്ളാഹുവും നബിയും എന്തിനാണ് പിന്നെ അവരഭിപ്രായം പറഞ്ഞതിനെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തുന്നത്? അവർ സത്യവിശ്വാസത്തോടടുപ്പമില്ലാത്തവരും സത്യനിഷേധികളായതുകൊണ്ടുമാണ് അവർ യുദ്ധത്തിന് വരാതിരുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, അവർ യുദ്ധത്തിന് മദീനയിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവിടെ തന്നെ നിന്നാണ് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാമായിരുന്നു. മറിച്ച് അവരുടെ അഭിപ്രായം മാനിക്കാതെ മറ്റവരുടെ അഭിപ്രായം കേട്ടിട്ട് നബി ഇറങ്ങിപ്പോയത് കൊണ്ടാണ് അബദ്ധം പറ്റിയത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്, അവർ വിശ്വസിക്കുന്നത്. അത് സത്യനിഷേധമായിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ്. കാരണം അവർ മുഹമ്മദ് പറഞ്ഞത് അംഗീകരിച്ചില്ല. കാരണം അവർ പറഞ്ഞത് മുഹമ്മദ് അംഗീകരിച്ചില്ല. ആരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒന്നുകിൽ മുഹമ്മദ് കൃത്യമായ ഒരു ധാരണയോടുകൂടി, ഒരു നേതാവിൻ്റെ ആജ്ഞയോടുകൂടി, ആജ്ഞാശക്തിയോടുകൂടി മുഹമ്മദ് ആദ്യമേ ശരിയായ നിർദ്ദേശം നൽകണമായിരുന്നു. പോക്കറ്റിൽ അള്ളാഹു ഉണ്ടല്ലോ, എന്തേ മുഹമ്മദിന് ശരിയായ നിർദ്ദേശം കൊടുക്കാൻ കഴിയാതെ പോയത്? മുഹമ്മദ് എന്തിനാണ് അഭിപ്രായം ചോദിക്കാൻ പോയത്? മുഹമ്മദിന് എന്തുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പമുണ്ടായത്? മുഹമ്മദിന് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച്
ധാരണയുണ്ടായിരുന്നില്ല, വെപ്രാളമായിരുന്നു, ബേജാറായിരുന്നു. ആ ബേജാറ് കാരണമാണ് ഈ പിടിപ്പുകേട് സംഭവിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് പേര് തിരിഞ്ഞു പോയത്. ആ തിരിഞ്ഞു പോയവരെ കാഫറുകളെന്നും മുനാഫിക്കുകളെന്നും പറഞ്ഞ് ചീത്ത പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. തങ്ങളുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് വായകൊണ്ടവർ പറയുന്നു. അവർ മറച്ചു വെച്ച കാര്യങ്ങൾ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കുഴപ്പം മുഴുവൻ വന്നത്. അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ ശരിക്ക് യുദ്ധം ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അള്ളാഹു യുദ്ധം തോൽപ്പിക്കാനാണ് വിധി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിടെ നാടകം കളിക്കുകയാണ് ചെയ്യുന്നത്. തോൽപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്ന അള്ളാഹുവിന് പിന്നെ ഇവരെ കുറ്റം പറയാൻ എന്ത് അർഹതയുള്ളത്? അള്ളാഹു അല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ സത്യനിഷേധി? അള്ളാഹു അല്ലേ യഥാർത്ഥത്തിൽ വഞ്ചന കാണിക്കുന്നത്? അള്ളാഹു അല്ലേ ഇവരെ കബളിപ്പിക്കുന്നത്? ആ അള്ളാഹുവിന് ഇവരെ കുറ്റപ്പെടുത്താൻ എന്ത് അർഹതയാണുള്ളത്? എല്ലാം വിധിയായിട്ട് എഴുതി വെച്ചിട്ട് ഇവർ തോൽക്കണമെന്നും ഇവർ ചാവണമെന്നും തീരുമാനിച്ചു വെച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയ നാടകക്കാരനാണ് അള്ളാഹു എങ്കിൽ ആ കപട നാടകക്കാരനായ അള്ളാഹുവിന് ഈ പിന്തിരിഞ്ഞു പോയ മദീനക്കാരെ കുറ്റപ്പെടുത്താൻ എന്ത് ധാർമ്മികമായ യോഗ്യതയാണുള്ളത്? സ്വന്തം സൃഷ്ടികളായ മനുഷ്യരുടെ വിശ്വാസവും അവിശ്വാസവും പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് ആ മനുഷ്യരെ തമ്മിൽ വാളെടുത്ത് യുദ്ധം ചെയ്യിച്ച് വെട്ടിച്ച് നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്ത് യുദ്ധക്കളത്തിൽ ചോരക്കളം തീർക്കുന്ന ഒരു ദൈവം എന്ത് തരം ദൈവമാണ്? എത്രത്തോളം നീതിമാനായ ദൈവമാണ് അയാൾ? ഒരു സ്രഷ്ടാവ് എന്ന് സൃഷ്ടികളുടെ മുഖത്ത് നോക്കി പറയാൻ എത്രമാത്രം അർഹനാണ് എന്ന് ചിന്തിക്കാവുന്നതാണ്. ഇതൊക്കെ ഒരു ദൈവം ചെയ്യുമോ? അതോ മനുഷ്യൻ ചെയ്തതാണോ? പിടിപ്പുകേട് കൊണ്ട് മനുഷ്യർക്ക് സംഭവിച്ചതാണോ ഈ ആപത്തുകളും കാര്യങ്ങളുമൊക്കെ? അതോ ഇതൊക്കെ ദൈവം ചെയ്തതാണോ? ദൈവം ചെയ്തതാണെങ്കിൽ പിന്നെ എന്താണ് ഇതിനൊക്കെ ഒരു അർത്ഥമുള്ളത്? എന്താണ് പിന്നെ ഇവിടെ ശരിയെന്നും തെറ്റെന്നും ന്യായമെന്നും നീതിയെന്നും ഒക്കെ പറയുന്നൊരു കാര്യമായിട്ട് എന്താണ് ഇവിടെ ഉള്ളത്? ഇതൊക്കെ അള്ളാഹു കാട്ടിക്കൂട്ടുന്ന കപട നാടകങ്ങളാണെങ്കിൽ ആ അള്ളാഹുവിനെ പിടിച്ച് നരകത്തിലിടാതെ എന്ത് ആത്യന്തികമായ നീതിയാണ് ഇവിടെ നടപ്പിലാവാൻ പോകുന്നത്? 168 യുദ്ധത്തിന് പോകാതെ ഇരിക്കുകയും എന്നിട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ സഹോദരന്മാരെപ്പറ്റി ഞങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തവരാണ്. താങ്കൾ പറയുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ സ്വന്തം ദേഹങ്ങളിൽ നിന്നും മരണത്തെ തടഞ്ഞു നിർത്തുക. എത്ര വൃത്തികെട്ട വർത്തമാനമാണ് ഈ പറയുന്നത് നോക്കൂ. ഒരു ദൈവത്തിൻ്റെ നിലവാരമാണിത്. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇവർ മരിച്ചു പോകുമായിരുന്നില്ല, ഇവിടെ നിന്ന് വിട്ടുപോയി വഴിയിൽ വെച്ച് യുദ്ധം ചെയ്യാൻ പോയത് കൊണ്ടാണ് അവർ മരിച്ചത് എന്ന് ഈ മദീനക്കാർ പിന്നീട് ഇവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് മദീനയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ അവരിങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാമായിരുന്നു എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ 10-70 പേര് കൊല്ലപ്പെടുകയില്ലായിരുന്നു എന്ന് മദീനക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് അള്ളാഹു ദേഷ്യം പിടിച്ചിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യമാണിത്. നിങ്ങൾ സത്യവിശ്വാസികളെ സത്യവാദികളാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ സ്വന്തം മരണത്തെ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് എനിക്കൊന്ന് കാണണം. നിങ്ങൾ വീട്ടിലിരുന്നാലും മരിക്കും, നിങ്ങൾ യുദ്ധത്തിന് പോയാലും മരിക്കും, നിങ്ങൾക്ക് മരിക്കാതിരിക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ചീഞ്ഞ വർത്താനം പറയുകയാണ് ദൈവം. ഇത് ദൈവം പറഞ്ഞതാ അതോ മുഹമ്മദിന് ഇവരോടുള്ള കെറിവ് തീർത്തതാ? ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഒരു ദൈവ ജാതി വൃത്തികേട് പറയുമോ? നന്നാങ്ങൾ മരിക്കാതിരിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം സൃഷ്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്, വെല്ലുവിളിക്കുകയാണ് സ്രഷ്ടാവായ ദൈവം. എത്ര ബാലിശമാണ്, എത്ര ക്രൂരമാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ എന്ന് നോക്കൂ. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പേരിൽ സാമാന്യ വെളിവും വിവേകമുള്ള ആരെങ്കിലും എഴുതി വെക്കോ? അപ്പോൾ മുഹമ്മദിൻ്റെ മാനസിക നിലവാരം, മുഹമ്മദിൻ്റെ ചിന്താ നിലവാരം, മുഹമ്മദിൻ്റെ സംസ്കാര നിലവാരം അതാണ് ഇതിലൊക്കെ പ്രതിഫലിക്കുന്നത്. മുഹമ്മദിന് ആ സമയത്ത് മുഹമ്മദിനെ അനുസരിക്കാതിരുന്ന ആളുകളോടുള്ള ദേഷ്യം തീർക്കുകയാണ് മുഹമ്മദ്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ ചാവാതിരിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. അതും അള്ളാഹുവിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടി അവതരിപ്പിക്കുകയാണ്. അള്ളാഹു എത്ര ചീപ്പാണ് എന്ന് ആലോചിച്ച് നോക്കും. 169 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരണപ്പെട്ട് കഴിഞ്ഞവരാണ് എന്ന് താങ്കൾ വിചാരിക്കരുത്. എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ആഹാര വിഭവങ്ങൾ നൽകപ്പെടുന്നുണ്ട്. 170 തൻ്റെ അനുഗ്രഹം മൂലം അള്ളാഹു തങ്ങൾക്ക് നൽകിയതിൽ അവർ സന്തുഷ്ടരായിക്കൊണ്ട് ആണ് ജീവിക്കുന്നത്. തങ്ങളുടെ പിന്നിലായി അവരോട് ചെന്നു ചേർന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അവർക്കൊന്നും ഭയപ്പെടുവാനില്ല.
അവർ വ്യസനിക്കുകയുമില്ല എന്നതുകൊണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്യും. 171 അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹവും കാരുണ്യവും മൂലം അവർ ആനന്ദം കൊള്ളുന്നു. അള്ളാഹു വിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കുകയേയില്ല എന്നതിലും. ഞങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇത്രയും മനുഷ്യർ കൊല്ലപ്പെടുമായിരുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ ആളുകളോട് ഈ കൊല്ലപ്പെട്ടവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കൊതിപ്പിക്കുകയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കിട്ടാൻ പോകുന്ന പരലോകത്തെ ഉണ്ടംപൊരി എന്തൊക്കെയാണ് എന്നാണ് ഈ പറയുന്നത്. യുദ്ധത്തിൽ മരിച്ച് ഷഹീദായി അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്കൊക്കെ കിട്ടും പോലെയല്ല, അതിനേക്കാളിലൊക്കെ വലിയ വിഭവങ്ങൾ അവിടെ കിട്ടും എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ 3 വാക്യങ്ങളിലായിട്ട് വായിച്ചത്. ഇതിൻ്റെ വിശദീകരണമായിട്ട് കൂറ്റനാട് മുസ്ലിയാർ എഴുതി വെച്ചതും ഇബ്നു കസീറിൻ്റെയും വാഹിദിയുടെയും ഒക്കെ തഫ്സീറിൽ ഇതുപോലെ ആവർത്തിച്ചിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഉഹുദിൽ വെച്ച് വധിക്കപ്പെട്ട ശുഹദാഇൻ്റെ കാര്യത്തിലാണ് ഈ വാക്യങ്ങൾ അവതരിച്ചത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ജീവിതവും അതിലെ സുഖസന്തോഷങ്ങളും നഷ്ടപ്പെട്ടുവെന്നും അവർ വീട്ടിലിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നില്ലെന്നും കപടവിശ്വാസികൾ പറഞ്ഞത് സത്യത്തിന് വിരുദ്ധമാണ് എന്ന് ഈ വാക്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ വധിക്കപ്പെടുന്നവർ ബാഹ്യമായി ഐഹിക ജീവിതം വിട്ടുപോകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ മരണമടഞ്ഞുപോയി എന്ന് വിചാരിക്കരുത്. അവർ അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരും ഇഹലോക ഭക്ഷണത്തെക്കാൾ എത്രയോ സ്വാദിഷ്ടങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ നൽകപ്പെടുന്നവരുമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ തികച്ചും സന്തുഷ്ടരായിരിക്കുകയും ചെയ്യും. തങ്ങളുടെ പിൻഗാമികളായ സഹോദരന്മാരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട് തങ്ങളോടൊപ്പം വന്നു ചേരുമെന്നോർത്ത് അവർ സന്തോഷിക്കും. അവർക്കൊന്നും ഭയപ്പെടുവാനോ വ്യസനിക്കുവാനോ ഇല്ല എന്നതിലും ഇവർ സന്തോഷം കൊള്ളുകയാണ്. ശുഹദാഇൻ്റെ ആത്മാക്കൾ ചില പക്ഷികളുടെ ഉള്ളിലായിക്കൊണ്ട് സ്വർഗത്തിൽ യഥേഷ്ടം പറന്ന് കളിക്കുകയും അതിലെ നദികളിൽ നിന്ന് വെള്ളം കുടിക്കുകയും വൃക്ഷങ്ങളിൽ നിന്ന് പഴം തിന്നുകയും ചെയ്യുമെന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ ഷഹീദായി മരിച്ചുപോയ ആളുകൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന, പരലോകത്ത് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അതിൻ്റെ ചുരുക്കമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ 3 ഖുർആൻ വാക്യങ്ങളിലുള്ളത്. ഇത് വിശദീകരിക്കുന്ന 900 ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ കൂടെ വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വാളെടുത്തിട്ട് സിറിയയിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ പുറപ്പെടും. എന്തിനു വേണ്ടിയിട്ട്? ഷഹീദായി മരിക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഷഹീദാവാൻ മനുഷ്യനിൽ കൊതിയുണ്ടാക്കുന്ന തരത്തിലാണ് ഷഹീദായവർക്ക് അവിടെ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള ഹദീസുകൾ നിരന്ന് കിടക്കുന്നത്. അതാണ് ചാവേറുകളെ സൃഷ്ടിക്കുന്നത്, അതാണ് ഭീകരവാദികളെ സൃഷ്ടിക്കുന്നത്, അതാണ് മനുഷ്യനെ കൊലയാളിയാക്കുന്നത്. ചോരപ്പുഴ ഒഴുക്കുന്ന സംസ്കാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയാണ്. പരലോകത്ത് യുദ്ധത്തിൽ മരിച്ചു ചെല്ലുന്നവർക്ക് പരലോകത്ത് യഥേഷ്ടം പാറിപ്പറന്ന് നടക്കാം, പക്ഷികളായി പാറിപ്പറന്ന് നടക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. ഹദീസുകളിൽ അങ്ങനെയാണ്. ഇവരുടെ ആത്മാക്കൾ പക്ഷികളുടെ ആത്മാക്കളിലേക്ക് പക്ഷികളായിട്ട് മാറുമെന്നും ആ പക്ഷികൾക്ക് സ്വർഗത്തിൽ യഥേഷ്ടം പറന്ന് നടക്കാമെന്നും അവിടെ കിട്ടുന്നതൊക്കെ തിന്നും കുടിച്ചും ഉല്ലസിക്കാമെന്നും പറയുന്ന ഹദീസ്. തിരുനബി പ്രസ്താവിച്ചതായി ഇബ്നു അബ്ബാസ് പറയുന്നു, നിങ്ങളുടെ സഹോദരന്മാർ ഉഹുദിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അള്ളാഹു അവരുടെ ആത്മാക്കളെ പച്ച നിറമുള്ള ചില പക്ഷികളുടെ ഉള്ളിലാക്കി. അവ സ്വർഗത്തിലെ ആറുകളിൽ നിന്ന് വെള്ളം കുടിക്കുകയും അതിലെ പഴങ്ങൾ ഭക്ഷിക്കുകയും അർശിൻ്റെ താഴ്ഭാഗത്തുള്ള സുവർണ ദീപാലങ്കാരങ്ങളിൽ ചേക്കേറുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുത്തുള്ള ദീപാലങ്കാരങ്ങളുടെ വിളക്കിൻ്റെ ഉള്ളിൽ പോയി കയറിയിരിക്കും. വെളിച്ചമായിട്ട് അവിടെ ഇരുന്ന് പ്രകാശിക്കും. ആര്? ഈ സുഹദാക്കൾ പക്ഷിയുടെ ആത്മാവിൽ കയറിയിട്ട് പക്ഷികളായിട്ട് പറന്നു നടക്കും. ഈ ആനന്ദാർഭാടാഹ്ലാദപൂർണമായ ജീവിതം കണ്ട് അവർ പറഞ്ഞു, അള്ളാഹു നമുക്കൊരുക്കി തന്ന ഈ വിഭവങ്ങളെപ്പറ്റി നമ്മുടെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഇതൊക്കെ നമ്മളെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് തന്നെ വാളും തോക്കും കൊടുത്തിട്ട് പോയി ചത്തിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു എന്നവർ പറയും എന്ന്. നോക്കണം നിങ്ങൾ മനുഷ്യനെ ചാവാൻ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്. എന്നാൽ അവർ ധർമ്മസമരങ്ങളിൽ നിന്ന് വിരക്തരാവുകയും പുണ്യയുദ്ധങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുകയില്ലായിരുന്നു. ഈ കിട്ടാൻ പോകുന്ന ഉണ്ടംപൊരി എന്താണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ
ഒരാളും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും ആവേശത്തോടു കൂടി യുദ്ധത്തിന് വന്നിട്ട് ചാവാൻ തയ്യാറാവുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മുഹമ്മദ് അടക്കം പിന്തിരിഞ്ഞോടി നരകത്തിൽ പോകുമെന്ന കണക്കാണ് നമ്മൾ പറഞ്ഞത്. 14 ആളെ വെച്ച് ബാക്കിയുള്ളവരൊക്കെ ഹുദ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയവരാണ്. അവർക്കൊന്നും ഈ കിട്ടാൻ പോകുന്ന കീടതയെക്കുറിച്ച് വേണ്ടത്ര വിശ്വാസമില്ല, ധാരണയില്ല. മുഹമ്മദിനടക്കം ധാരണയില്ല. എന്നാൽ അവർ ധർമ്മസമരങ്ങളിൽ നിന്ന് വിരക്തരാവുകയും പുണ്യയുദ്ധങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുകയില്ലായിരുന്നു. അവരുടെ ഈ ആഗ്രഹം കേട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇക്കാര്യം ഞാൻ അവർക്ക് അറിയിച്ചു കൊള്ളാം. അപ്പോൾ ഈ സുഹദാക്കൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കാര്യം അവരെ അറിയിച്ചോളാം എന്ന്. അങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കിയ 3 ആയത്തുകളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഉഹുദിൽ മരിച്ചു പോയ ആൾക്കാർ അവിടുത്തെ സുഖ സൗകര്യങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ളവരും കൂടെ ഇങ്ങനെ മരിച്ചു കൊണ്ട് വന്നിരുന്നെങ്കിൽ, നമുക്ക് കിട്ടിയ ഈ സൗകര്യങ്ങളെക്കുറിച്ച് അവരറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നത്, മന്ത്രിക്കുന്നത് കേട്ട അള്ളാഹു, അത് ഞാൻ ഓരോ അറിയിച്ചോളാം, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോന്നിട്ട് ഇറക്കിക്കൊടുത്ത ആയത്താണം പോലും ഇപ്പം നമ്മൾ വായിച്ച 3 ആയത്തുകൾ. എന്നിട്ട് ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ചു. തഫ്സീർ തബ്രി 471. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഒട്ടനേകം ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഖുർആനിലുണ്ട് നിരവധി ആയത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചാവാൻ പോയാൽ കിട്ടാൻ പോകുന്ന കീടുത എത്ര വലുതാണ് എന്ന് വിശദീകരിക്കുന്നത്. ഞാൻ ആ 3 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. അള്ളാഹു ഈ സുഹദാക്കൾ അവിടുന്ന് പറയുന്നത് കേട്ടിട്ട് അക്കാര്യം മനുഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടി ഇറക്കിയ 3 ആയത്തുകൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞവരാണ് എന്ന് താങ്കൾ വിചാരിക്കരുത്. എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ആഹാര വിഭവങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ അവരാരും മരിച്ചിട്ടില്ല, നേരെ സ്വർഗത്തിൽ പോയിട്ട് അവിടെ തീറ്റയും കൂടിയും തുടങ്ങിയിരിക്കുകയാണ്. തൻ്റെ അനുഗ്രഹം മൂലം അള്ളാഹു തങ്ങൾക്ക് നൽകിയതിൽ അവർ സന്തുഷ്ടരായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. തങ്ങളുടെ പിന്നിലായി അവരോട് ചെന്ന് ചേർന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അവർക്കൊന്നും ഭയപ്പെടാനില്ല, അവർ വ്യസനിക്കുകയുമില്ല എന്നതുകൊണ്ട് അവർ ശുഹദാക്കൾ സന്തോഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കുന്നു എന്നതിനൊന്നും അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. അവരൊക്കെ പിന്നാലെ അങ്ങോട്ട് ചെല്ലുമല്ലോ എന്നുള്ള സന്തോഷത്തിലായിരിക്കും അവരിയ്ക്കുക. അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും കാരുണ്യവും മൂലം അവർ ആനന്ദം കൊള്ളുന്നു. അള്ളാഹു സത്യവിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കുകയില്ല എന്നതിലും അവർ ആനന്ദം കൊള്ളുന്നു. 70 പേര് മരിച്ചു പോവുകയും ആ മരിച്ചവരുടെ ആശ്രിതർ നെഞ്ചത്തടിച്ച് വാവിട്ട് കരയുകയും അതിനെല്ലാം മുഹമ്മദിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ മരിച്ചുപോയവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും അവർ നിങ്ങളെക്കുറിച്ച് പോലും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും ഈ ജീവിച്ചിരിക്കുന്നവരെ കബളിപ്പിക്കുകയും അവരെ വീണ്ടും യുദ്ധങ്ങളിൽ പോയി ചാവാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് എന്ന കുടിലതന്ത്രക്കാരൻ്റെ കുതന്ത്രങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. ഇങ്ങനെ മനുഷ്യരെ കൊല്ലിച്ചിട്ട് ചാവേറുകളായി സ്വയം ചത്തൊടുങ്ങിയിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടി സ്വർഗമുണ്ടാക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് എത്ര ജുഗുപ്സാഹമായ, എത്ര അറപ്പുളവാക്കുന്ന സങ്കല്പമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇനി 172 വാക്യം. അവർ പരിക്ക് പറ്റിയ ശേഷം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിളിക്ക് ഉത്തരം നൽകിയവരാണ്. അവരിൽ നിന്ന് നന്മ ചെയ്യുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ഇതിൻ്റെ സന്ദർഭം വേറെ ചിലതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ തുടർച്ച എന്ന നിലക്ക് ഈ ഉഹുദിൽ മരിച്ച ആളുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരിച്ചവരെ നന്നാക്കി പറയുകയും മരിക്കാത്തവരെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെയും കുറ്റപ്പെടുത്തി അവരെ മോശക്കാരാക്കി പറയുകയും ചെയ്യുന്നതാണ് ഇത്. അവരിൽ നിന്ന് നന്മ ചെയ്യുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. 173. ആളുകൾ നിങ്ങൾക്കെതിരിൽ വലിയ ശക്തി ശേഖരിച്ചിട്ടുണ്ട്, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടുക എന്ന് ചില ആളുകൾ അവരോട് പറഞ്ഞു. അപ്പോൾ അത് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ഞങ്ങൾക്ക് അള്ളാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാൻ അവൻ എത്ര നല്ലവൻ എന്ന് പറയുകയും ചെയ്തവരാണ് അവർ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ ഈ യുദ്ധത്തിന് വന്ന് മരിച്ച ആളുകളുടെ ഗുണഗണങ്ങൾ മറ്റവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അവരുടെ ഗുണങ്ങൾ? മക്കക്കാർ വലിയ ശക്തിയുള്ള സൈന്യമായിട്ടാണ് വരുന്നത്, അവരോട് യുദ്ധം ചെയ്യുന്നത് അത്ര ഗുണകരമായിരിക്കില്ല എന്ന് അഭിപ്രായം പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ആൾക്കാരോട് ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട്
എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ചാവാനൊരുങ്ങി വന്ന് ചത്തവരാണവർ. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗത്തിൽ ഈ കണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അള്ളാഹു അവരെ ആദരിക്കുന്നത്. അങ്ങനെ കുറച്ച് രക്തസാക്ഷികളെ ഉണ്ടാക്കി ആദരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ നാടകം മുഴുവൻ കളിച്ചത് എന്നും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കുറ്റം മുഴുവൻ നാട്ടുകാർക്കുമാണ്. ചെയ്ത്താനെയും കുറ്റം പറയുന്നുണ്ട്. 174. അങ്ങനെ അവർ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് മടങ്ങി അവർക്ക് യാതൊരു ഹാനിയും സംഭവിച്ചില്ല. അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിൻപറ്റുകയും ചെയ്തു. അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. ഈ വാക്യത്തെക്കുറിച്ച് അതിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം.